ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ പാലപ്പം. അപ്പം നല്ലപോലെ സോഫ്റ്റ് ആവാനുള്ള ടിപ്സൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 2 കപ്പ് പച്ചരി നിറയെ വെള്ളത്തിൽ കുതിരാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കുതിർന്ന് വരട്ടെ. ഒരു 6 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. നന്നായി കുതിരുമ്പോഴാണ് കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആവുന്നത്. 6 മണിക്കൂറിന് ശേഷം അതിൻ്റെ പശപ്പൊക്കെ പോയി വെള്ളം ക്ലിയർ ആകുന്നത് വരേക്കും നന്നായിട്ട് കഴുകിയെടുക്കാം. റേഷൻ അരിയാണ് എടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിലും കൂടി കഴുകിയെടുക്കാം. ഇപ്പോഴത്തെ നന്നായി കഴുകിയതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/4 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. നല്ല വെള്ള കളറുള്ള പച്ചരിയും വെളുത്ത ചോറും ആണെങ്കിൽ അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടും. എൻ്റെ കയ്യിൽ വെള്ളരി ഇല്ലാത്തതുകൊണ്ട് മട്ടരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതി അരി ചേർത്ത് കൊടുക്കാം. പകുതി തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ പകുതി ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് നന്നായി ഒട്ടും തരി ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്ന് 2 തവി മാവ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒട്ടും കട്ടാതെ വേണം കേട്ടോ കുറുക്കിയെടുക്കാൻ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ കപ്പി കാച്ചിയത് ചേർത്ത് അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. സാധാരണ കപ്പി കാച്ചി ചേർക്കുമ്പോൾ ചോറ് ചേർക്കാറില്ല. നമ്മളിപ്പോൾ കപ്പി കാച്ചിയതും ചോറും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും. ഇപ്പോൾ ഇതാ മാവ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള അരിയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തേങ്ങയും ചോറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കപ്പി കാച്ചി വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് മാവ് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആവും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവ് മുകളിലേക്ക് പൊക്കി ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് അടച്ചു വയ്ക്കാം. ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവ് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശക്തിയായിട്ട് ഇളക്കരുത്. ബബിൾസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാൻ. ഇനി അപ്പം ചൂടാൻ തുടങ്ങാം. ഒരു സ്റ്റവ് ഓണാക്കിയതിന് ശേഷം അപ്പച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം ചൂടാനായിട്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി അടുത്ത അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുക്കാം. അടച്ചു വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. അരികൊക്കെ നല്ല ലേസ് പോലെ വന്നിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. അത്രയും സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പം. ഏത് കറിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ.